ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങൾ, പണം, സമയം, സംസാരിക്കാനുള്ളൊരു പാർട്ട്ണർ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു അപകർഷതാബോധമാണ്. നമ്മൾ സംസാരിക്കുമ്പം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. ഇതൊരു വലിയ ചലഞ്ചാണ്. ഇനിയിപ്പോൾ നമുക്ക് പണമില്ലെങ്കിലും നമുക്ക് കൃത്യമായ ഒരു സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും, അതുപോലെ സംസാരിക്കാനൊരു പാർട്ട്ണറില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു മടിയാണ് മറ്റൊരാളുമായിട്ട് സംസാരിക്കാൻ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു പോംവഴി ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ChatGPT എന്ന് പറയുന്നത്. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഇവിടെ ആസ്ക് എനിത്തിങ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അടുത്ത് അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ മൈക്കിൻ്റെ സിമ്പൽ കാണാതിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പറയുകയോ ചെയ്യാം. നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് പറയുകയോ ചെയ്യാം. ഞാൻ കൂടുതൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് റീഡ് ചെയ്യണമെന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ കറക്റ്റായിട്ട് വരണമെന്നില്ല. ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ വോയിസ് കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ ഇഷ്ടം പോലെ അത് ചെയ്യാം. ഞാനിവിടെ വോയിസ് കൊടുത്ത് നോക്കുകയാണ്. ഹായ്, ഗുഡ് ഈവനിങ്, ഐ വിഷ് ടു പ്രാക്ടീസ് ഇംഗ്ലീഷ്, വിൽ യു പ്ലീസ് ഹെൽപ്പ് മീ എന്നാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ മുകളിൽ ടൈപ്പ് ചെയ്ത് തന്നെ അവർ കാണിക്കും. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് ഓക്കെ, ഹായ്, ഗുഡ് ഈവനിങ്, നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സഹായിക്കാൻ സാധിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം 3 ചോദ്യങ്ങളും കൂടി ചോദിക്കുന്നുണ്ട്. നമ്മുടെ കറണ്ട് ലെവൽ എന്താണെന്നും ഏത് തരത്തിലുള്ള ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതായത് സംസാരിക്കാനാണോ, എഴുതാനാണോ, ഗ്രാമറാണോ, ഡെയിലി കോൺവെർസേഷനാണോ, അല്ലെങ്കിൽ ക്ലാസ് റൂം ഇംഗ്ലീഷാണോ, ഇങ്ങനെ നമ്മുടെ എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വോയിസ് കമാൻഡ് കൊടുക്കുക. അതിനുശേഷം ഹൗ മച്ച് ടൈം ക്യാൻ യു സ്പെൻഡ് ഈച്ച് ഡേ, ഒരു ദിവസം നിങ്ങൾക്ക് എത്ര സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്പറിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് എൻ്റെ കറണ്ട് ലെവൽ, ബിഗിനർ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ്, ഇതിലേതെങ്കിലും ഒരെണ്ണം കൊടുക്കാം. രണ്ടാമത് സ്പീക്കിംഗ് ആണെങ്കിൽ സ്പീക്കിംഗ്, റൈറ്റിംഗ് ആണെങ്കിൽ റൈറ്റിംഗ്, ഗ്രാമർ ആണെങ്കിൽ ഗ്രാമർ, അതല്ലെങ്കിൽ ഇതെല്ലാം ആണെങ്കിൽ ആളെന്ന് കൊടുക്കാം. മൂന്നാമത്തെ എത്ര സമയം, 15 മിനിറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 30 മിനിറ്റ് ഉപയോഗിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വോയിസ് ആയിട്ട് കൊടുത്താലും മതി. ഹായ്, ഐ ബിലോങ്സ് ടു ഇൻ്റർമീഡിയറ്റ്, ഐ വിഷ് ടു പ്രാക്ടീസ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോഴത്തേക്കിന് അതിന് മറുപടിയായിട്ട് ഓക്കെ, ആദ്യത്തെ ദിവസത്തെ കോൺവെർസേഷൻ പ്രാക്ടീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ ലെറ്റ്സ് ബിഗിൻ വിത്ത് എ ഷോർട്ട് ഡെയിലി കോൺവെർസേഷൻ പ്രാക്ടീസ്. ഇത് ഒരു ഡെയിലി കോൺവെർസേഷൻ പ്രാക്ടീസ് അവർ ബിഗിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് റിപ്ലൈ എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദിവസം സെൽഫ് ഇൻട്രൊഡക്ഷനാണ് ഈ കോഴ്സിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. Day 1 ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്. സോ ചോദിക്കുന്നു നിങ്ങളുടെ പേരെന്താണ്, അതുപോലെ നമ്മൾ എവിടെ നിന്നാണ്, നമ്മൾ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്, ഇങ്ങനെ 3 ചോദ്യങ്ങൾ. ഇതിനുള്ള ആൻസർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ചുള്ളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ചുള്ളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അപ്പോൾ
അവരതിൻ്റെ കറക്റ്റഡ് വേർഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ട് അവരത് റീകറക്റ്റ് ചെയ്തിട്ട് നമുക്ക് തരും. അത് നമ്മൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ അവിടെ തന്നെ നമ്മുടെ ലാംഗ്വേജിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാകും. അതിന് മറുപടി ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്ന പോലെ തന്നെ അതിനുള്ള മറുപടിയും അവർ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ദാറ്റ്സ് വണ്ടർഫുൾ. സം self-help books are great for personal growth. Can you tell me the name of a book you recently read and why you liked it? അപ്പോൾ ഇത് നിങ്ങൾ പേര് പറഞ്ഞു, അതുപോലെ ചോദിച്ചതുപോലെ എവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അതുപോലെ എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സെൽഫ് ഹെൽപ്പ് ബുക്സ് റീഡ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. ഇങ്ങനെ ചോദ്യങ്ങൾ അവർ ഡെവലപ്പ് ചെയ്ത് ഒരു സാധാരണ കോൺവെർസേഷൻ പോലെ മുന്നോട്ട് പോകും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കെന്താണ് കിട്ടുന്നത്? നമുക്ക് കുറേ വാക്കുകൾ പുതിയതായിട്ട് കിട്ടും, അല്ലെങ്കിൽ വൊക്കാബുലറി നമുക്ക് കുറച്ച് പുതിയതായിട്ട് കിട്ടും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ തന്നെ നോക്കണം. എഴുതി വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ, എഴുതിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം എങ്ങനെ ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നു എന്നത്, കാരണം നമുക്കൊരു കോൺവെർസേഷനിൽ വരുമ്പോൾ നമ്മൾ ആൻസർ പറഞ്ഞാൽ മാത്രം പോരല്ലോ, നമുക്കും തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ. അതെങ്ങനെയാണെന്ന് ഇതിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനുള്ള നെക്സ്റ്റ് ആൻസർ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരെന്നോട് ചോദിച്ചത് ഈ റീസെൻ്റായിട്ട് വായിച്ചിട്ടുള്ള ഒരു ബുക്കിൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ റീസെൻ്റായിട്ട് വായിച്ചിട്ടുള്ള ഒരു ബുക്കിൻ്റെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തു. അത് ആറ്റമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്നൊരു പുസ്തകമാണ്. അതിനൊക്കെയുള്ള റിപ്ലൈ കൊടുത്തു. ഇടയ്ക്ക് അടുത്ത ചോദ്യം വന്നപ്പോഴത്തേക്കും ഞാനത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന് മുമ്പ് ആൻസർ പറയുന്നതിന് മുമ്പ് നാളത്തെ പ്രാക്ടീസിനുള്ള ടോപ്പിക് ഏതാണെന്ന് ഇവിടെ ചോദിച്ചു. ഷുവർ ബിഫോർ ദാറ്റ് പ്ലീസ് ലെറ്റ് മീ നോ വാട്ട് വിൽ ബി ദ ടോപ്പിക് ഓഫ് സെക്കൻഡ് ഡേ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ അടുത്ത ദിവസത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ അടുത്ത ടോപ്പിക് എന്താണെന്ന് പറഞ്ഞു. അടുത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി റൂട്ടീനെ കുറിച്ചാണ് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല അത് നമുക്ക് കുറച്ച് എക്സാമ്പിളും തന്നിട്ടുണ്ട്. യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രേസസ്, സപ്പോസ് നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്രേസസ് തന്നിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മറുപടി പറയാനായിട്ട് സാധിക്കും. ശരിക്കും ബ്ലാങ്കായിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ പിറ്റേ ദിവസത്തെ എന്താണ് ടോപ്പിക് എന്ന് പറഞ്ഞു തന്നതിന് ശേഷം വീണ്ടും ചോദിച്ചു, ഈ 30 ദിവസത്തെ പ്ലാൻ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് അറിയണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഒരു ദിവസം മുമ്പായിട്ട് നമുക്ക് അറിഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അതുപോലെ അപ്പോൾ അടുത്ത ചോദ്യം വന്നു, how has the habit of reading 10 pages before using your phone helped you so far? മുൻപ് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് അവർ ഇൻറ്ററപ്റ്റ് ചെയ്ത് മറ്റൊരു കാര്യം ചോദിച്ചതുകൊണ്ട് അതിനുള്ള മറുപടി തന്നിട്ട് വീണ്ടും ഒരു നോർമൽ പേഴ്സണെ പോലെ തന്നെ പിന്നെ ആ ചോദ്യത്തിലേക്ക് വന്നു. അപ്പോൾ അതെങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. നമുക്ക് റീഡിങ്ങിലൊരു കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ബിഫോർ നമ്മൾ റീഡിങ് വരുമ്പോഴേക്കും പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷേ പഴയ ഒരു ഹാബിറ്റുമായിട്ട് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്കത് കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ടുമോറോ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് വീണ്ടും സംസാരിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയമുണ്ടോ എന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന് വെച്ചു. അപ്പോൾ അത് ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്, നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ക്ലാസ് അവസാനിപ്പിച്ചു. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിച്ച്, അല്ലെങ്കിൽ അത് തന്നെ പോളിഷ് ചെയ്ത് നമുക്കൊരു 30 ഡേയ്സ് അല്ലെങ്കിൽ 60 ഡേയ്സ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പറയുക, എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് പഠിക്കേണ്ടത് എന്ന് പറയുക. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടൊരു പ്ലാൻ അവർ ഉണ്ടാക്കിയിട്ട് നമുക്കത് ചെയ്തു തരും. അപ്പം നമുക്ക് സമയം അനുസരിച്ച് കയറി പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതിപ്പം നമുക്ക് ആദ്യമായിട്ട് ലഭിക്കുന്നത് മിക്കവാറും ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോൺവെർസേഷണൽ പ്രാക്ടീസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷനിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ
ഇത് നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷനിലാണ് നിൽക്കുന്നതുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ വ്യത്യസ്തമായിരിക്കും. അതല്ല, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു സ്ഥലത്ത് പോയി, നമുക്ക് ആ സ്ഥലത്തെക്കുറിച്ച് ചോദിക്കണം, അവരുടെ ടൂർ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കണം. അപ്പോൾ ഒരു നോർമലായിട്ട് നമ്മൾ ചോദിക്കുന്ന കോൺവെർസേഷനിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടായിരിക്കും അതിന് വൊക്കാബുലറി വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലറായിട്ടുള്ള കാര്യം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക സിറ്റുവേഷൻ അടിച്ചു കൊടുത്തിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺവെർസേഷൻ തരാൻ പറഞ്ഞാൽ നമുക്കങ്ങനെ കോൺവെർസേഷൻ കിട്ടും. ഇപ്പം നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ് ടീച്ചറുമായിട്ടുള്ളൊരു കോൺവെർസേഷനാണ് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺവെർസേഷൻ വിത്ത് ക്ലാസ് ടീച്ചർ റിഗാർഡിങ് സ്റ്റുഡൻസ് ഇംപ്രൂവ്മെൻറ്റ് ഓർ ചൈൽഡ് ഇംപ്രൂവ്മെൻ്റ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള കോൺവെർസേഷൻ നമുക്ക് കിട്ടും. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള കോൺവെർസേഷനുകൾ നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ കുറച്ച് കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരാളോട് സംസാരിച്ച് തുടങ്ങുകയും ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് മറ്റ് ചിലവുകളൊന്നും വരുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് നെറ്റ്, എല്ലാ ഫോണുകളിലും നെറ്റ് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. അപ്പം അതല്ലാതെ അഡീഷണൽ ആയിട്ടൊരു ചിലവ് നമുക്ക് ഉണ്ടാകുന്നില്ല. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. അത് ഏത് പ്രായത്തിലുള്ളവർക്കും പഠിക്കാം. അതുമാത്രമല്ല, കുട്ടികൾക്കും പഠിക്കാം. എല്ലാ പ്രായത്തിൽപ്പെട്ട ആൾക്കാർക്കും അവരുടേതായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും, അവരവരുടെ ആവശ്യത്തിന് അനുസരിച്ച്. തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാനും സാധിക്കും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും